ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശ്രീ വിഷ്ണു സഹസ്രനാമ സ്തോത്രത്തിൽ 97 ശ്ലോകങ്ങളാണ് നമ്മൾ ശ്രദ്ധിച്ചത്. 98ാമത്തെ ശ്ലോകം അക്രൂരപേശലോ ദക്ഷോ ദക്ഷിണക്ഷമിണാംബരഃ വിദ്വത്തമോ വീതഭയ പുണ്യശ്രവണകീർത്തനഃ. അക്രൂരപേശലോ ദക്ഷോ ദക്ഷിണക്ഷമിണാംബരഃ വിദ്വത്തമോ വീതഭയ പുണ്യശ്രവണകീർത്തനഃ. ഈ ശ്ലോകത്തില് അക്രൂരഃ, പേശലഃ, ദക്ഷഃ, ദക്ഷിണഃ, ക്ഷമിണാം വരഃ, വിദ്വത്തമഃ, വീതഭയഃ, പുണ്യശ്രവണ കീർത്തനഃ. ഇങ്ങനെ 8 പേരുകളാ ഉള്ളത്. ആദ്യം തന്നെ അക്രൂരഃ. അക്രൂരഃ, ക്രൂരതയില്ലാത്തവൻ, ക്രൂരനല്ലാത്തവൻ. ധർമ്മരക്ഷണാർത്ഥം അവതാര ശരീരങ്ങളിൽ ക്രൂരങ്ങളെന്ന് തോന്നുന്ന ഒട്ടനവധി നടപടികൾ ഭഗവാൻ ചെയ്തിട്ടുണ്ടാവും. ഇനി വിഷ്ണു നാരായണൻ എന്നുള്ള അർത്ഥത്തിൽ തന്നെ, അവതാരമൂർത്തി എന്നുള്ള അർത്ഥത്തിലല്ലാതെ വിഷ്ണു ഭഗവാൻ എന്നുള്ള അർത്ഥത്തിൽ തന്നെ അസുര നിഗ്രഹത്തിൽ പലപ്പോഴും ക്രൂരമെന്ന് തോന്നുന്ന രീതിയിൽ പ്രവർത്തിക്കേണ്ടി വരും. എന്നാൽ അവിടുത്തെ ആന്തരിക ഭാവം ഒട്ടും തന്നെ ക്രൂരതയുള്ളതല്ല. ലോകാനുഗ്രഹം മാത്രമാണ് അവിടുത്തെ ഇച്ഛ, മറ്റൊന്നുമല്ല. അതുകൊണ്ട് തന്നെ വ്യക്തിപരമായ ക്രൂരത കൊണ്ട് ആരെയും ഹിംസിക്കുന്നില്ല. ഈ പ്രപഞ്ചത്തിന്റെ വ്യവസ്ഥയാകുന്ന ധർമ്മത്തെ ധ്വംസിക്കുന്നവർക്ക് സ്വാഭാവികമായി അവരുടെ കർമാനുസാരമുള്ള ഫലം പ്രദാനം ചെയ്യുന്നേ ഉള്ളൂ. വ്യക്തിപരമായ ക്രൂരത കൊണ്ടൊന്നും ചെയ്യുന്നില്ല. ഇത് പ്രത്യേകം മനസ്സിലാക്കേണ്ടതാണ്. അതുകൊണ്ട് ഭാഷ്യകാരൻ പറയുകയാണ്, ക്രൗര്യം നാമ. ക്രൗര്യം എന്ന് പറഞ്ഞാൽ അതൊരു മനോധർമ്മമാണ്. പ്രകോപജഹ, വർദ്ധിച്ച കോപത്തിൽ നിന്നുണ്ടാവുന്ന ആന്തരഹ സന്താപഹ, ഉള്ളിലുള്ള സന്താപം, ചൂട്, ചുട്ടുപൊള്ളല്. അപ്പൊ കോപം വർദ്ധിച്ച് വർദ്ധിച്ച് ഉള്ളിലുണ്ടാകുന്ന ഒരു ചുട്ടുപൊള്ളലാണ് ക്രൗര്യം. അത് സാഭിനിവേശ, അഭിനിവേശത്തോട് കൂടിയതാണ്. ഭഗവാനെ സംബന്ധിച്ച് അവാപ്തകാമനായതുകൊണ്ട്, എല്ലാം നേടിയവനായതുകൊണ്ട് കാമമില്ല. കാമാഭാവാത് കോപാഭാവ, കോപമില്ല. തസ്മാത് ക്രൗര്യമസ്യ നാസ്തി, അതുകൊണ്ട് ക്രൗര്യമില്ല. ഇത് അക്രൂരഃ. കഴിഞ്ഞ ശ്ലോകത്തിൽ രൗദ്രഃ എന്ന് പറഞ്ഞു. ഏകദേശം സമാനാർത്ഥകമാണ് അക്രൂരഃ എന്ന ശബ്ദവും. പേശലഃ. പേശലഃ എന്ന് പറഞ്ഞാൽ സുന്ദരൻ, മനോഹരൻ,
അങ്ങേയറ്റത്തെ മനോഹാരിതയോടൊത്തവൻ. ആരുടെ ചിന്തകളും ആരുടെ വാക്കുകളും ആരുടെ പ്രവൃത്തികളും അത്യന്ത സുന്ദര കോമളങ്ങളാണോ അവനാണ് പേശലഹ. ഭാഷ്യകാരൻ പറയുന്നു, കർമ്മണ മനസ വാച വപുഷാച്ച ശോഭനത്വാത് പേശലഹ. കർമ്മം കൊണ്ടും മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും ശരീരം കൊണ്ടും ശോഭന ഭാവത്തോടൊത്തവൻ പേശലഹ. ശോഭന ഭാവത്തോടൊത്തവൻ പേശലഹ. ദക്ഷ. ദക്ഷൻ എന്ന് പറഞ്ഞാൽ സമർത്ഥൻ. സമർത്ഥൻ, വേണ്ട സമയത്ത് വേണ്ടത് ചെയ്യാനുള്ള കഴിവോട് കൂടിയവൻ. ജീവിതത്തിൽ ഓരോ സന്ദർഭത്തിലും എന്ത് ചെയ്യണോ അത് ചെയ്യാൻ സാമർഥ്യമുള്ളവനാണ് ദക്ഷൻ. അങ്ങനെ ആവാമായിരുന്നു എന്ന് പിന്നെ ചിന്തിക്കുന്നവനല്ല. അതത് സമയത്ത് ചെയ്യേണ്ടത് ചെയ്തിരിക്കും. ഇത് മനുഷ്യന്റെ ഏറ്റവും വലിയൊരു മഹിമയാണ്, ദക്ഷത എന്നുള്ളത്. എപ്പോഴും ജാഗ്രതയായിരിക്കും, എപ്പോഴും ജാഗ്രത. അതാണ് പറയുന്നത്, പ്രവൃദ്ധ ശക്ത ശീഘ്രകാരീ ച ദക്ഷ. പ്രവൃദ്ധനാണ്, വളർന്നവനാണ്, ശക്ത ശക്തനാണ്, ശീഘ്രകാരി പെട്ടെന്ന് പ്രവർത്തിക്കുന്നവനാണ്. ത്രയം ചെയ്ത പരസ്മിൻ നിയതം. ഈ മൂന്നും തന്നെ, അതായത് പ്രവൃദ്ധത്വം, ശക്തത്വം, ശീഘ്രകാരിത്വം എന്നിവ തികഞ്ഞവൻ. പരമാത്മാവിൽ ഇവ മൂന്നും തികഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ദക്ഷ എന്ന് പറയുകയാണ്. ദക്ഷിണ ആണ് അടുത്ത പേര്. ദക്ഷ എന്നുള്ളതിന് തുല്യം തന്നെയാണ് ദക്ഷിണ എന്ന പദവും. അവിടെ ആവർത്തനം ചിന്തിക്കരുത്, കാരണം ശബ്ദം വ്യത്യസ്തമാണ്. ദക്ഷിണൻ സമർത്ഥൻ, ചെയ്യേണ്ടത് ചെയ്യേണ്ട സമയത്ത് ചെയ്യുന്നവൻ, അതത് സമയത്ത് പ്രവർത്തിക്കുന്നവൻ, ജാഗ്രതയോടൊത്തവൻ, അവരാണ് ദക്ഷിണ, സമർത്ഥൻ എന്നർത്ഥം. അഥവാ ദക്ഷതൈതി എന്ന് പറയാം. ദക്ഷിണ സഞ്ചരിക്കുന്നവൻ. ഗത്യർത്ഥം ദക്ഷിധാതുവിനുണ്ട്. അതുപോലെ ഹിംസാർത്ഥമുണ്ട് ദക്ഷിധാതുവിന്. അപ്പൊ ഹിംസിക്കുന്നവൻ. അപ്പൊ ജഗത് രക്ഷയ്ക്ക് വേണ്ടി സദാ സഞ്ചരിക്കുന്നവനാരോ അവൻ, അഥവാ മഹാപ്രളയകാലത്തിൽ ഈ ജഗത്തിനെ സംഹരിക്കുന്നവനാരോ അവൻ. ഇങ്ങനെയൊക്കെ അർത്ഥങ്ങൾ പറയാം ദക്ഷിണ എന്നുള്ളതിന്. അത് ദക്ഷ എന്നുള്ളതിനും പറയാം. ഭാഷ്യകാരൻ പറയുകയാണ്, ദക്ഷിണ ശബ്ദസ്യാപി ദക്ഷ ഏവ അർത്ഥ. ദക്ഷിണ ശബ്ദത്തിന് ദക്ഷ എന്ന് തന്നെയാണ് അർത്ഥം. പുനരുക്തി ദോഷവും നാസ്തി ശബ്ദഭേദാ. ശബ്ദം വ്യത്യസ്തമായതുകൊണ്ട് പുനരുക്തി ദോഷം ആരോപിക്കരുത്. അഥവാ ദക്ഷതേ ഗച്ഛതി ഹിനസ്തീതി വാ ദക്ഷിണ. അല്ലെങ്കിൽ സഞ്ചരിക്കുന്നവൻ, കൊല്ലുന്നവൻ എന്നൊക്കെയുള്ള അർത്ഥത്തിൽ ദക്ഷിണ എന്ന് പറയാം എന്ന് പറയുകയാണ്. ദക്ഷ ഗതിഹിംസനയോഹോ ഇത് ധാതുപാഠാത്. ദക്ഷധാതുവിന് ഗതി, ഹിംസ എന്നിങ്ങനെ അർത്ഥങ്ങളുണ്ട്. അപ്പൊ ഗമിക്കുന്നവൻ, ഹിംസിക്കുന്നവൻ, സമർത്ഥൻ എന്നൊക്കെ അർത്ഥം. ക്ഷമിണാം വരഹ. ക്ഷമിക്കുന്നവനാണ്, അങ്ങേയറ്റത്തെ ക്ഷമയോടുകൂടിയവൻ. നമ്മളോട് ഒരാൾ ആക്രോശിച്ചാലോ എന്തെങ്കിലും വിപരീതമായി പെരുമാറിയാലോ അതിനാൽ ബാധിക്കപ്പെടാതെ അതിനെ മുഴുവൻ സമചിത്തതയോടെ സഹനതയോടുകൂടി സ്വീകരിക്കാനുള്ള കഴിവാണ് ക്ഷമ. അങ്ങനെ ക്ഷമയുള്ളവൻ ക്ഷമി. ക്ഷമികളിൽ വെച്ച് ശ്രേഷ്ഠൻ. എല്ലാ ക്ഷമികളിലും വെച്ച് ഏറ്റവും വലിയ ക്ഷമിയാണ് ക്ഷമിണാം വരഹ. ക്ഷമികളിൽ ശ്രേഷ്ഠനായവൻ, അങ്ങേയറ്റത്തെ ക്ഷമാശീലൻ എന്നർത്ഥം. ക്ഷമാവതാം യോഗിനാം ച പൃഥിവ്യാദീനാം ഭാരധാരകാണാം ച ശ്രേഷ്ഠ.
ക്ഷമയുള്ളവരായ യോഗികളിൽ വെച്ച് ശ്രേഷ്ഠൻ, അല്ലെങ്കിൽ ഭാരത് ധരിക്കുന്ന ഭൂമി തുടങ്ങിയവരിൽ വെച്ച് ശ്രേഷ്ഠൻ. അവിടെ ഭഗവാൻ ഭാഷ്യകാരൻ വാൽമീകിയുടെ ഒരു വാക്യം ശ്രീരാമനെ സംബന്ധിച്ചുള്ളത് സമുദ്ധരിക്കുന്നുണ്ട്. ക്ഷമയാ പൃഥിവീ സമാ എന്ന്. ശ്രീരാമൻ ക്ഷമയിൽ ഭൂമിക്ക് തുല്യനാണ്. ഭൂമിയെ പോലെ ക്ഷമയുള്ളവനാണ് ശ്രീരാമൻ എന്ന വാക്യം അവിടെ സമുദ്ധരിക്കുന്നുണ്ട്. ബ്രഹ്മാണ്ടം അഖിലം വഹൻ പൃഥിവി ഇവ ഭാരേണ ന അർദ്ധിത ഇതി പൃഥിവ്യ അപി വരോവാക്ഷമിണ. ഈ ബ്രഹ്മാണ്ടത്തെ മുഴുവൻ വഹിക്കുന്നവനാണ്. ഭൂമി പോലെയല്ല. ഭൂമിയും മറ്റ് ഗ്രഹനക്ഷത്രങ്ങളും സൂര്യ നക്ഷത്രാദികളും എല്ലാം 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 അടങ്ങുന്ന ബ്രഹ്മാണ്ടത്തെ മുഴുവൻ വഹിക്കുന്നവൻ അത്രയും ക്ഷമായുക്തനാണ്. അതാണ് ക്ഷമിണാംബരഹ. വിദ്വത്തമഹ. വിദ്വത്തമഹ, വിദ്വാൻമാരിൽ ശ്രേഷ്ഠതമനായവൻ, അറിവിന്റെ സ്വരൂപമായവൻ. വേദങ്ങൾ മുഴുവൻ ആരിൽ നിന്ന് പ്രകടമായോ, എല്ലാ അറിവുകളും ആരിൽ നിന്നാണോ പ്രകടമായത് അവൻ വിദ്വത്തമഹ. ശ്രദ്ധേയമാണ്. ഭാഷ്യകാരൻ പറയുകയാണ്, നിരസ്താതിശയം ജ്ഞാനം സർവദാ സർവഗോചരം അസ്യ അസ്തി ന ഇതരേഷാം ഇത് വിദ്വത്തമഹ. അതിശയമില്ലാത്ത, അതായത് താരതമ്യമില്ലാത്ത ജ്ഞാനത്തോടൊത്തവൻ, സർവഗോചരം എല്ലാം കണ്ടറിയുന്നതായ ജ്ഞാനത്തോടൊത്തവൻ, അങ്ങനെയുള്ളവനാണ് വിദ്വത്തമഹ. തുടർന്ന് വീതഭയ, ഭയമൊഴിഞ്ഞവൻ, ഭയമില്ലാത്തവൻ. അജ്ഞാനജനിതമാണ് ഭയം, തത്വജ്ഞാനിയാകയാൽ ഭയമില്ലാത്തവൻ. അഥവാ ദ്വിതീയാദ്വൈ ഭയം ഭവതി, രണ്ടാമതൊന്നിൽ നിന്നാണ് ഭയം സംഭവിക്കുന്നത്. അങ്ങനെ രണ്ടാമതൊന്നില്ല, സത്യമേകമാണ്, അദ്വിതീയമാണെന്ന സുദൃഢബോധത്തിൽ കഴിയുന്നവൻ വീതഭയ, ഭയമൊഴിഞ്ഞവൻ, ഭയമില്ലാത്തവൻ. ഭാഷ്യകാരൻ പറയാണ്, വീതം വിഗതം ഭയം സാംസാരികം സംസാരലക്ഷണം വാ അസ്യ ഇതി വീതഭയ. ഈ സംസാരത്തിലുള്ളതോ സംസാരം തന്നെയാകുന്നതോ ആയ ഭയം ഇല്ലാത്തവൻ ആരോ അവൻ വീതഭയ. അടുത്തത് പുണ്യശ്രവണ കീർത്തന. ആരുടെ നാമശ്രവണവും ആരുടെ നാമകീർത്തനവും അങ്ങേയറ്റം പുണ്യമാണോ, അങ്ങേയറ്റം പവിത്രമാണോ, നമ്മെ പവിത്രീകരിക്കുന്നതാണോ, അവനാണ് പുണ്യശ്രവണ കീർത്തന. ഭഗവാന്റെ നാമം, ഭഗവാന്റെ ചരിതങ്ങൾ, ഓരോ ചെയ്തിയും തന്നെ ലീലകള്, അഥവാ സ്വരൂപസംബന്ധിയായത് എന്ന് വേണ്ട ഭഗവത് വിഷയം മുഴുവൻ തന്നെ കേൾക്കുന്നതും പറയുന്നതും അങ്ങേയറ്റം പുണ്യത്തെ ഉണ്ടാക്കുന്നു. അപ്പൊ ആരുടെ ചരിതങ്ങളും നാമങ്ങളും മറ്റും ശ്രവിക്കുന്നതും കീർത്തനം ചെയ്യുന്നതും പുണ്യകരമാണോ, അവനാണ് പുണ്യശ്രവണ കീർത്തന. ഭാഷ്യം പറയുന്നു, പുണ്യം പുണ്യകരം ശ്രവണം കീർത്തനം ച അസ്യ ഇതി. പുണ്യകരമായ ശ്രവണത്തോടും കീർത്തനത്തോടും ഒത്തവൻ. ഇവിടെ തന്നെ ഈ വിഷ്ണു സഹസ്രനാമവുമായി ബന്ധപ്പെടുത്തി തന്നെ പറയുന്നുണ്ട്, യൈദം ശൃണുയാൻ നിത്യം യച്ഛാപി പരികീർത്തയേത് ന ശുഭം പ്രാപ്നുയാത് കിഞ്ചിത് സോമുത്രേഹ ച മാനവഃ. യാതൊരാൾ ഈ വിഷ്ണു സഹസ്രനാമത്തെ ശ്രവിക്കുന്നുവോ നിത്യവും കീർത്തിക്കുന്നുവോ അയാൾക്കൊരിക്കലും അശുഭം ഉണ്ടാവില്ല, ഈ ലോകത്തിലും പരലോകത്തിലും എന്ന്. അങ്ങനെ
പുണ്യകരമായ ശ്രവണ കീർത്തനങ്ങളോടൊത്തവൻ പുണ്യശ്രവണ കീർത്തന. പ്രകാരം ഈ ശ്ലോകത്തില് അക്രൂരഃ, പേശലഃ, ദക്ഷഃ, ദക്ഷിണഃ, ക്ഷമിണാംബരഃ, വിദ്വത്തമഃ, വീതഭയഃ, പുണ്യശ്രവണ കീർത്തനഃ, ഇത്രയും പേരുകളാ ഉള്ളത്. തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം.